പൊതിർത്ത അരി അല്ലേ? പച്ചരി എത്രയാണ്? 2 ഗ്ലാസ് 2.5 ഗ്ലാസ്സാ? 2.5 ഗ്ലാസ് പച്ചരിയേ. അപ്പോൾ 2.5 ഗ്ലാസ് അരിയിലേക്ക് 1 ഗ്ലാസ് ചോറ് അല്ലേ? ചോറ് കിട്ടമ്മ. ചെറിയ ജീരകം, കുറച്ച് ഏലക്കായേ, 4-5 ഏലക്കായ്. അപ്പൊ ഇതൊക്കെ പാകത്തിന് ഉപ്പേ കിട്ടമ്മ. ഉപ്പ്. അപ്പൊ നമ്മുടെ അരി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ. ഉരുക്കിയ വെല്ലം ഇതിലൊക്കെ വെച്ച് കൊടുക്കേ. ഒരു 5 അണി വെല്ലം അല്ലേ? ഇങ്ങോട്ട് ശർക്കരക്ക് വെല്ലം എന്നാ പറയല്ലേ. തണിഞ്ഞിനെ അല്ലേ? തണിഞ്ഞ ശേഷം ഒഴിക്കുന്നേ. ചിലപ്പോ കല്ലുണ്ടാവും, അതുകൊണ്ട് അരിച്ചു വയ്ക്കുന്നു. കുറച്ച് റവ ഇടുന്നുണ്ടേ, കുറച്ച്. അതൊക്കെയൊന്ന് കുറച്ച് ചെറിയ തേങ്ങയാണേ. നെയ്യിൽ വാട്ടിയിട്ട് മറ്റേ എടുക്കാല്ലേ. നമ്മ ഇത് കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണ്. ഹലോ, നമസ്കാരേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നെയ്യപ്പം ഉണ്ടാക്കാൻ പോയാണേ. അപ്പൊ അതിന് വേണ്ടുന്ന കൂട്ടെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമുക്ക് നെയ്യപ്പം ആക്കിയിട്ട് ചായയും കുടിക്കാം അല്ലേ? നെയ്യപ്പം ഉണ്ടാക്കി ചായയും കുടിച്ച് നമുക്ക് നേരെ അറേക്കാലേക്ക് കാഴ്ച കാണുമ്പോൾ. അറേക്കാട് പറഞ്ഞാല് നമ്മുടെ തൊട്ടരുവത്ത് ചെറുശ്ശേരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം. അപ്പോ കളിയാട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രി കാഴ്ചയാണ്. ഇന്ന് 3-ാം കളിയാട്ടാണ്. അപ്പൊ നാളെ തെയ്യം അവസാനിക്കുന്ന അവസ്ഥ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം നെയ്യപ്പാക്കാം, എന്നിട്ട് നമുക്കൊന്ന് കാഴ്ചയെല്ലാം കണ്ടിട്ട് വരാം. ഓക്കെ. ചൂടാവട്ടല്ലേ? വെളിച്ചെണ്ണ വെച്ചെടുക്കാം. മതിയമേ? കുറച്ചും കൂടെ വയ്ക്ക്. ഇത് ആവണ്ടേ? മതി. വെറ്റിക്കളി കളിക്കല്ല. വെറ്റിക്കളിയൊന്നല്ല, പിന്നെ ഒന്നിനും എടുക്കൂലടാ. അപ്പൊ അതിൽ ഇതാവണ്ടേ? അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ. കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ലാസ്റ്റ് ആണേ. നമ്മ അപ്പക്കാരൊന്നും ചേർത്തിട്ടല്ലേ? അപ്പക്കാരൻ ചേർത്ത് ഇതിനെക്കാട്ടി നല്ല കുറച്ച് പൊന്തി വരും. ചോറ് മാത്രമേ ചേർത്തത്. എന്നാലും പൊന്തുന്നുണ്ടല്ലേ? ഇതല്ലേ സമയം കൂടുന്നതിനനുസരിച്ച് പൊന്തി വരുന്നുണ്ട്. നമ്മുടെ നെയ്യപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കേ. ഞാൻ അമ്മ എടുക്ക്. നോക്കിയമ്മ ഉണ്ടാ പൊട്ടിച്ചോട്ടെ.
നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഇതാ നല്ല വൃത്തി ബന്ധിച്ചിട്ടുണ്ട് അല്ലമ്മേ. അതുണ്ടല്ലേ ചായപ്പൊടി ഒന്നും കിട്ടുന്ന പോലെ തന്നെ അല്ലേ. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് അച്ഛൻ കുളിച്ചാ പിന്നെ ഇതൊന്നും അങ്ങ് തിന്നൂല, അതുകൊണ്ടാണ് പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വരാൻ. അല്ലാതെ ക്യാമറ പിടിക്കുന്നു, അതുകൊണ്ടാണ് അല്ലാതെ ഇല്ലാതെ. ഞാൻ ബാക്കിലുണ്ട്. നഷ്ടു നവലിൽ അപ്പുറത്തേക്ക് പോയിട്ടായില്ലേ? അല്ല നവലെ കാഴ്ച പോയിനല്ലേ? നവലെ കാഴ്ച എടുക്കാൻ പോയി. ഇനി നഷ്ടു പോയിട്ടാ, ഒരുപാട് നടക്കാനുണ്ട്, അതുകൊണ്ട് നഷ്ടു പോയിട്ടാ. വൈകിയും കാഴ്ച എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടേ കാഴ്ച കാണാൻ പോകും. അപ്പൊ ആ കാഴ്ച കൊണ്ട് എല്ലാവരും കാണണം കേട്ടാ. ആ കാഴ്ച കൊണ്ട് എല്ലാവരും കാണണം. പിന്നെ അത് നമ്മ തിന്നട്ടെ. അപ്പൊ നമ്മ എല്ലാരും കൂടിയിട്ട് കാഴ്ച കാണാൻ പോവാൻ തയ്യാറായി നിൽക്കുകയാണേ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തി വന്നിട്ടുണ്ട്, അനിയത്തി മോളുണ്ട്, നച്ചു കാണാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തറവാട്ടിലായി ഇപ്പില്ലേ, അച്ഛനെ അമ്മേനെ കൂട്ടാൻ വേണ്ടിട്ട് തറവാട്ടിൽ വന്നിനി. ലതിയും ഏച്ചി വന്നിട്ടുണ്ടേ. അവര് രണ്ടാളും അപ്പുറത്തുനിന്ന് റെഡി ആവുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിൽ നിന്ന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോവാന്നല്ലേ? അപ്പൊ നമുക്ക് നേരെ കാഴ്ച കാണാൻ പോവാം. ഓക്കെ, വാ. അച്ഛാ പൂട്ടിയാ കിട്ടുന്നില്ലേ? അച്ഛനെ വാല് പൂട്ടിയാ കിട്ടുന്നില്ല, ഞാൻ എന്നാ പൂട്ട. നോക്കണേ. ഏതമ്മ ആടെ ലൈറ്റ് നോട്ടല്ലേ? ലൈറ്റ് നല്ലതല്ലേ? അച്ഛനെ കൈ പിടിച്ചാണ് നോക്കണച്ചാ. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ലതയും ലതയുടെ ഏച്ചിയും റെഡിയായി വരുന്നുണ്ടേ. വേഗം വാ. ഏതാ അങ്ങോട്ട് ഓടുന്നു? എടാ അങ്ങോട്ട് ഓടീനി. എന്നാ പോവാ.
പിന്നെ നിങ്ങൾ എന്താ പറയാണ്ട്? പിന്നല്ലടാ അമ്മ എന്തുണ്ട് കാഴ്ച? നല്ല തന്നെയാ കാഴ്ച? എന്തുണ്ട് കാഴ്ച? അമ്മ കേട്ടിട്ടാവും. നല്ല കാഴ്ച തന്നെയാ. അപ്പൊ നമ്മ കാഴ്ചയെല്ലാം കണ്ടിട്ട് വീട്ടിലെത്തി കേട്ടാ. ഇപ്പൊ സമയം ഒരുപാട് വൈകി. സമയം 12 മണിയായി അല്ലേ? 12 മണിയായി. അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടേ വന്നിനി. അമ്മ കഴിക്കണത്രേ, നമ്മ കഴിക്കണത്രേ. അപ്പോ ലതയും ലത ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് അച്ഛനെ കൊണ്ടാക്കാൻ വന്നതാണ്. ഏട്ടനും ഏടത്തിലും ഉണ്ടായിനി. അവരെല്ലാം ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. എന്നാ പിന്നെ താറ്റ കൊടുത്തല്ലാരും.